അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടീ ഫാക്ടറി ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇവിടെ നമുക്ക് എൻട്രി ഫ്രീ ആണ്. പിന്നെ ചോക്ലേറ്റ് ടേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ 30 രൂപ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ എന്തായാലും ഓൾറെഡി ടിക്കറ്റ് എടുത്ത് 30 രൂപയുടെ ടിക്കറ്റ് എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ എക്സിറ്റിൻ്റെ അവിടെ ആ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കിട്ടി. അവിടെ ശരിക്കും ഡാർക്ക് ചോക്ലേറ്റും നോർമൽ ചോക്ലേറ്റും ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ വൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ വൈറ്റ് ഇല്ല. അപ്പോൾ മറ്റേ ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ മറ്റേ ചോക്ലേറ്റ് സാധാ ചോക്ലേറ്റ് വാങ്ങിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീ ഫാക്ടറിയിൽ ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ പണ്ട് മൂന്നാർ പോയപ്പോൾ കയറിയതായതുകൊണ്ട് പിന്നെ ഇപ്രാവശ്യം കയറിയില്ല. അവിടുന്ന് ഇറങ്ങി റോഡ് സൈഡിൽ ഇതുപോലെ കുറേ ക്യാരറ്റും ഊട്ടി ആപ്പിളും അങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അതും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ റിസോർട്ടിലെത്തി. റിച്ചുവും ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു, ഞങ്ങളും ടയേർഡായിട്ടുണ്ടായിരുന്നു. രാവിലെ 3 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇറങ്ങിയതാണല്ലോ. അപ്പോൾ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പം റിച്ചുവിന് താഴെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. പാർക്കെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു സ്ലൈഡും ഒരു സ്വിങ്ങും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് നേരെ വന്നവൻ ഊഞ്ഞാലൊക്കെ ആടണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, മഞ്ഞില്ലെങ്കിലും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വീഡിയോ കോളൊക്കെ ചെയ്തു കുറേ നേരം കത്തി വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി ട്രെയിൻ പോകുന്ന റെയിൽവേ പാളമൊക്കെ കാണണം. അപ്പം നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നത് കാണാമെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ടൈമിംഗ് എത്രയാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ അടുത്ത് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ അടുത്ത് റെയിൽവേ പാളം തൊട്ടടുത്ത് കാണുന്ന എവിടെയെങ്കിലും പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. എവിടെ ആ ട്രെയിൻ വരിക എന്നൊന്നും അറിയത്തില്ല. പിന്നെ ചുമ്മാ മാപ്പ് നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്ത് നമ്മളൊരു സ്റ്റേഷനുള്ളടുത്ത് എത്തി. സ്റ്റേഷനല്ലായിരുന്നു ശരിക്കും, അത് റെയിൽവേയുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. ഞാൻ ഓർത്തു അത് സ്റ്റേഷനാണ്. അപ്പം അതിനകത്തോട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ അലൗഡല്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഏരിയ ഒക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ട്രെയിൻ കാത്ത് നിൽക്കുവാണ്. ശരിക്കും അതിന് ചുറ്റുമുള്ള ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല അടിപൊളി സൂപ്പറായിരുന്നു. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേക്കിനും ഊട്ടി ട്രെയിൻ വന്നു. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഈ ഒരു ട്രെയിൻ കാണുന്നത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. റിച്ചുവും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ട്രെയിൻ കണ്ടു എന്തായാലും. പിന്നെ നമ്മൾ തിരിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. പിന്നെ എങ്ങോട്ട് പോകുന്ന ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ഇവിടുന്ന് കുറച്ചടുത്താണ് ബോട്ട് ഹൗസും റോസ് ഗാർഡനും ഡിയർ പാർക്കും അങ്ങനെ കുറേ ഇവിടെ അടുത്ത് തന്നെ കുറേ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ബോട്ട് ഹൗസിലോട്ട് പോകാമെന്ന്. അവിടെ ഞങ്ങൾ ചെന്നപ്പം അവിടുത്തെ ബോട്ടിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ബോട്ടിങ്ങിന് കയറാനല്ല, അവിടെ ചുമ്മാ അല്ലാതെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തു. ചേഞ്ച് കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേഞ്ച് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് വേറെ ആൾക്കാർ ചേഞ്ച് കൊണ്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ബാക്കി ചേഞ്ചൊക്കെ തന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു. 8 മണി വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. പക്ഷേ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു 1 അവറിൽ നമ്മളവിടെ കുറേ ഫോട്ടോസും കുറേ കറങ്ങിയൊക്കെ ചെയ്തു. അപ്പോൾ അവന് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ ഈ ഒരു ക്യാപ്പ് ഇതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. 290 സംതിങ് ആയിരുന്നു. പിന്നെ നമ്മളവിടെ മിറർ മേസ്, പിന്നെ ഹൊററിൻ്റെ എന്തോ ഒരു ഐറ്റം, പിന്നെ ഒരു ജംഗിളിൻ്റെ ഒരു ഐറ്റം, അങ്ങനെ 3 എണ്ണത്തിനും കൂടെ ഒരാൾക്ക് 120 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ അതിലെല്ലാം കയറി. പക്ഷേ എനിക്ക് മിറർ മേസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, കൊച്ചിനും ഒരുപാട് ഇഷ്ടമായി. അവനിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 70 തിയേറ്ററിലും കയറി. അപ്പോഴത്തേക്കിനും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നൂഡിൽസും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. നൈറ്റ് വ്യൂ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.